റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അനുഗ്രഹീതമായ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച പരിശുദ്ധ റമളാൻ ഒരു വിളിപ്പാടകലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ്സിൽ ഒരു റമളാനിനെ കൂടി വരവേൽക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്ന ഒരു സന്ദർഭം. അള്ളാഹു പരിശുദ്ധ റമളാനിൽ ജീവിക്കാനും ധാരാളം നന്മകൾ സമ്പാദിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനും അതിലെ ഇബാദത്തുകളും അതിലെ നോമ്പും എല്ലാം ഏറ്റവും പ്രധാനമായും നേടിയെടുക്കേണ്ട കാര്യം എന്താണ് എന്ന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചു. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ നോമ്പ് നിർബന്ധമാക്കുന്ന കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ എന്താണ് നോമ്പിന്റെ ലക്ഷ്യം എന്നുകൂടി ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, നോമ്പ് എന്നത്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നിട്ട് അതിന്റെ ലക്ഷ്യം പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. അപ്പോൾ പരിശുദ്ധ റമളാനിൽ പ്രായപൂർത്തിയെത്തിയ മുസ്ലിമായ എല്ലാവർക്കും, മറ്റു ഉദറുകളൊന്നും ഇല്ലാത്ത എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് എന്നതാണ്. ആ നോമ്പിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ്. അവിടെ എന്താണ് തഖ്വ എന്നതിന് പണ്ഡിതന്മാർ പല നിർവചനങ്ങൾ നൽകുന്നുണ്ട്. അതിലൊരു നിർവചനം, അത്തഖ്വ ഹിയ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹി ഹാജിസൻ. തഖ്വ എന്നാൽ നിനക്കും അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളായ കാര്യങ്ങൾക്കും ഇടയിൽ ഒരു മറ സ്വീകരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഹറാമുമായി നമുക്കൊരു ബന്ധവുമില്ല. അലി ബിൻ അബീ ത്വാലിബ് തഖ്വ എന്നതിന് നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു പദമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, തഖ്വ പാലിക്കണം എന്ന് ധാരാളമായി കേൾക്കുന്ന പദമാണ്. 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് തഖ്വ എന്ന പദം എന്നത് അലി ബിൻ അബീ ത്വാലിബ് വിശദീകരിച്ചത്. ഒന്നെന്താണ്? അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ പേടിക്കുക എന്നതാണ് തഖ്വയിലെ 1. 2 വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു ഇറക്കിയ പ്രമാണങ്ങൾ വെച്ച് നമ്മൾ അമലു ചെയ്യുക എന്നതാണ് തഖ്വയുടെ 2ാമത്തെ ഭാഗം. 3 വറിളാ ബിൽ ഖലീൽ, നമുക്ക് അല്ലാഹു നൽകിയ, നമുക്ക് ലഭിച്ച കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാവുക എന്നതാണ്, തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതാണ്. 4ാമത്തത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ്. ഈ 4ഉം ചേർന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ നമുക്ക് പ്രേരിപ്പിക്കുന്ന പിശാചിനെ ബന്ധനത്തിലാക്കിയ ഒരു മാസം, ആ പിശാചിനെ അല്ലാഹു കെട്ടിയിട്ട മാസം. അതുകൊണ്ട് തന്നെ ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായും പറിച്ചു മാറ്റി തഖ്വ നേടിയെടുക്കാനുള്ള, അടുത്ത 11 മാസത്തേക്കുള്ള തഖ്വ നേടിയെടുക്കാനുള്ള ഈ പുണ്യമാസം നമ്മൾ ശ്രമിക്കേണ്ട 1ാമത്തെ കാര്യം. 2ാമത്തത് റമളാനിലൂടെ നേടിയെടുക്കേണ്ടത് പാപമോചനമാണ്. റമളാൻ എന്ന അറബി പദത്തിൽ നിന്നാണ് റമളാൻ രൂപപ്പെട്ടത് എന്നാണ്. ചൂടുകാലം കഴിഞ്ഞ് ഒരു പുതുമഴ, ചൂടുകാലം, ആ പൊടിപടലങ്ങൾ അടങ്ങുന്ന ഭൂമിയിൽ പെയ്തിറങ്ങുന്ന ആ പുതിയ മഴക്കാണ് റമളാൻ എന്ന അറബിയിൽ പറയുക. ആ മഴയുടെ പ്രത്യേകത എന്താണ്? വൃത്തികേടുകൾ, പൊടിപടലങ്ങൾ അടങ്ങി വൃത്തികേടുകൾ കുത്തിയൊലിച്ച് പോകുന്ന ആ മഴ. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 11 മാസം അവന്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച സകല തിന്മകളെയും പാപക്കറകളെയും കഴുകിക്കളയുന്ന ഒരു മഴ പോലെ പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ മാസമാണ് റമളാൻ
എന്ന്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ റമളാനിലെ ഓരോ കാര്യവും, നോമ്പ് എങ്ങനെയാവണം, ഓരോ കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി അറിയണം. മാത്രമല്ല ആ റമളാനിലെ ഓരോ സമയത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒഴിഞ്ഞിരിക്കാൻ ധാരാളം സമയം ആരാധനകൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യബ്ന ആദം, ആദം സന്തതികളെ, തഫറഗ ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, ആരാധനകൾ ചെയ്യാൻ നിങ്ങൾ ഒഴിഞ്ഞിരിക്കൂ. അംല സദറക ഗിനൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യവും ധന്യതയും ഇട്ടുതരാം. വയദൈക റിസ്ഖ, നിന്റെ ഇരു കൈകളിലും റിസ്ഖ് ഞാൻ തരാം. വഇല്ലാ തഫഅൽ, ഇനി നിനക്ക് ഒഴിഞ്ഞിരിക്കാനും ആരാധനകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ അംല ഖൽബക ഫഖറൻ, നിന്റെ ഹൃദയത്തിൽ ദാരിദ്ര്യം ഞാൻ ഇട്ടുതരും. അല്ലാഹ് പറയാണ്, അള്ളാഹുവിന് സമയം കൊടുത്തവൻ ആരാധനകൾ ചെയ്യാൻ, സമയം കണ്ടെത്തിയവൻ ഖുർആൻ പാരായണത്തിന്, ദിക്റുകൾക്ക്, അതേപോലെ തന്നെ നമസ്കാരങ്ങൾക്ക്, സുന്നത്തായ കാര്യങ്ങൾക്ക്, അതിനെല്ലാം സമയം കണ്ടെത്തിയവൻ അള്ളാഹു മനസ്സിലൊരു ധന്യതയും അതേപോലെ റിസ്ഖും കൊടുക്കും. അല്ലെങ്കിൽ അല്ലാഹ് പറയാണ്, നിന്റെ ഹൃദയത്തിൽ ശൂന്യതയും നിന്റെ കൽബിൽ ദാരിദ്ര്യവുമാണ് തോന്നിപ്പിക്കുക. വയദൈക ശുഗ്ല, നിനക്ക് തിരക്കുകൾ ഇട്ടുകൊണ്ടേയിരിക്കും, തിരക്കാണ് വീണ്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ ധാരാളം സമയം ഖുർആൻ പാരായണത്തിന്, സുന്നത്തായ നമസ്കാരങ്ങൾക്ക്, ദുആകൾക്ക്, ദിക്റുകൾക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സമയം ധാരാളമായി കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റമളാൻ എന്ന് പറയുന്ന അതിൽ ഓരോ കാര്യവും നമ്മൾ അറിഞ്ഞു നിർവഹിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് അതിലെ ഓരോ നോമ്പിനും നമ്മൾ നിയ്യത്ത് അത് വെക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, അൻ നിയ്യത്തു ഖസ്ദുൻ വഹിയ അസീമത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ ഒരു ഉദ്ദേശവും ഒരു ഉറച്ച തീരുമാനവുമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമുക്കറിയാം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്ത് ചൊല്ലി പറയുക എന്നൊരു രീതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നിയ്യത്ത് ചൊല്ലി, നാവ് കൊണ്ട് ചൊല്ലി പറയുക. നമ്മുടെ നാട്ടിൽ നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുകയും അത് ഏറ്റു ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത് നിയ്യത്തിന്റെ സ്ഥാനം അത് ഹൃദയമാണ്, അത് നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്നത് ബിദ്അത്തുകളിൽ പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ അമലിനും നിയ്യത്ത് വേണ്ടേ? നിയ്യത്ത് വേണം. മല്ലം യുജ്മിഉ സിയാം ഖബല ഫജ്ർ ഫലാ സിയാമ ലഹു, ഫജ്റിന് മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല. അപ്പൊ നിയ്യത്ത് വേണം. അത് നവൈതു സൗമ ഗദിൻ എന്ന്, ഞാൻ ഇതാ അള്ളാഹുവിന് വേണ്ടി ഫർലായ നോമ്പ് നിയ്യത്താക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. മനസ്സിൽ കരുതുക എന്നതാണ്. ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ അത്താഴത്തിന് ഫജ്റിന്റെ മുമ്പായി അയാൾ എന്ത് ചെയ്യണം, മനസ്സിൽ കരുതണം എന്നാണ് പണ്ഡിതന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നോമ്പ് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതിലൊന്ന് നോമ്പ് ദുർബലമാക്കുകയും പിന്നീട് നോമ്പ് നോറ്റുവിട്ടൽ നിർബന്ധമാകുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലത് നോമ്പ് ദുർബലപ്പെടുത്തുകയും പിന്നീട് നോറ്റുവിട്ടുകയും അതിന്റെ കഫാറത്ത് നമ്മൾ നിർബന്ധമായും കഫാറത്ത് കൊടുക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലാണ് അൽ ജിമാ വരുന്നത്. നോമ്പുകാരൻ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അവന്റെ നോമ്പ് മുറിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും ഗൗരവകരമായ കാര്യമാണ്. ഇങ്ങനെ ഉണ്ടായാൽ ആ നോമ്പ് അവൻ ഖളാ വീട്ടുക മാത്രമല്ല, അതിന്റെ കഫാറത്ത് അവൻ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം കൊടുക്കണം. എന്താണ് അതിന്റെ പ്രായശ്ചിത്തം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 60 ദിവസം തുടർച്ചയായി അവൻ നോമ്പെടുക്കണം. അതിൽ ഒരു നോമ്പ് വിട്ടാൽ അത് ബാത്തിലായി. വീണ്ടും 1 മുതൽ 60 വരെ തുടർച്ചയായി നോമ്പെടുക്കുക എന്നതാണ് അതിന്റെ കഫാറത്ത്. അതിന് സാധിക്കാത്തവർ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുക. ഇങ്ങനെ 2 കഫാറത്തുകളാണ് പകൽ സമയങ്ങളിൽ നോമ്പുകാരനായിരിക്കെ ജിമായിൽ ഏർപ്പെട്ടവൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടു തന്നെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് കുറ്റം ലഭിക്കാൻ നമുക്ക് കാരണമാകും. അതേപോലെ അത്താഴത്തിന്റെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹൂറു അക്ലത്തുൻ ബറക്കത്തുൻ ഫലാ തദ്ഉഹു, നിങ്ങൾ അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ചിലർ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കും, എന്നിട്ട് ഞാൻ അത്താഴം കഴിക്കാതെയാണ് നോമ്പെടുത്തത് എന്ന് വലിയ രൂപത്തിൽ അതൊരു വലിയ ക്രെഡിറ്റായി എടുത്തു പറയും. അത് ശരിയല്ല. വലൗ അൻ യജ്റഅ അഹദകും ജുർഅതൻ മിൻ മാഇൻ,
ഒരിറക്ക് വെള്ളമാണ് കുടിച്ചതെങ്കിലും ഒരു ഈത്തപ്പഴം കഴിച്ചിട്ടാണെങ്കിലും അത്താഴത്തിന്റെ ബറക്കത്ത് എടുക്കണമെന്നാണ്. ഫഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. അത്താഴം കഴിക്കുന്നവരുടെ മേൽ മലായികത്തുകളുടെ അള്ളാഹുവിന്റെ പ്രാർത്ഥന, അവർക്ക് ഗുണം അതിലൂടെ ലഭിക്കുമെന്നാണ്. അതേപോലെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു വൽ ഫിത്ർ. നോമ്പ് തുറക്ക് ധൃതി കാണിക്കുന്നിടത്തോളം മനുഷ്യൻ ഖൈറിലാണവർ എന്നതാണ്. ഖൈറിലാണ്, അതും പിന്തിപ്പിക്കാവുന്നതല്ല. അത് സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് 2 മിനിറ്റ് വൈകിപ്പിക്കാവുന്നതല്ല. ഇന്ന് ഏത് ലോകത്ത് എവിടെ പോയാലും നമുക്ക് മൊബൈലിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ ലൊക്കേഷനിൽ എപ്പോഴാണ് മഗ്രിബ് ബാങ്കിന്റെ ടൈം എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ ടൈം ആയാൽ ഇനി ബാങ്ക് പോലും കേൾക്കാത്ത ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. എങ്ങനെ നോമ്പ് തുറക്കും? നമുക്ക് ടൈം ഇതിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ടൈം കണക്കാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ കണക്ക്, ആ കൃത്യമായി സമയമായാൽ നോമ്പ് തുറക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ നോമ്പ് തുറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് റസൂൽ ചൊല്ലി ദാഹം ശമിച്ചു, നാടി ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്നാണ്. അതേപോലെ നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പുണ്യമാണ് റസൂൽ പറഞ്ഞത്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി ഗൈറ അന്നഹു ലാ യൻഖുസ മിൻ അജ്രി സ്വായിമി ശൈഅൻ. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്ക്. എന്നാൽ അവന്റെ നോമ്പെന്ന് കൂലി വല്ലതും കുറയുന്നുണ്ടോ? ഇല്ല. അതേ കൂലി നോമ്പ് തുറപ്പിച്ചവന് അതിലൂടെ കിട്ടുമെന്നാണ്. ഇനി നമ്മളെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാലോ, നമ്മൾ മറ്റൊരാളുടെ നോമ്പ് തുറ അതിൽ പങ്കാളിയായി നമ്മൾ ആ ഭക്ഷണം കഴിച്ചു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണ ഭക്ഷണം കഴിച്ചാൽ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എന്നെ ഭക്ഷണം കഴിപ്പിച്ച അവനെ അല്ലാഹു നീ ഭക്ഷണം കഴിപ്പിക്കണേ, അവനെ ബറക്കത്ത് കൊടുക്കണേ, അവന്റെ പാപം പുറത്തു കൊടുക്കണേ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി അഫ്തറ ഇൻദകും സ്വായിമൂൻ വഅകലതു ആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക എന്ന പ്രാർത്ഥന. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നിർവഹിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധിവിലക്കുകളും ഈ നന്മകളുമെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അതെല്ലാം ജീവിതത്തിൽ പകർത്തി ആ നോമ്പിന്റെ ആ റമദാൻ മാസത്തിലെ ഓരോ കാര്യങ്ങളും ആ നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ സമയങ്ങൾ പലപ്പോഴും ആളുകൾക്ക് ആ സമയം പ്രൊഡക്റ്റീവായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ മറ്റു പല സോഷ്യൽ മീഡിയ പോലെയുള്ള അക്കൗണ്ടുകളിൽ, മൊബൈലുകളിൽ ഒക്കെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത വ്യാപകമായി കണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അതിൻ്റെ ഒരു പാർട്ട് പറഞ്ഞിരുന്നു. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട നന്മകൾക്ക് ഒരു കലണ്ടർ, ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനൊരു വെള്ള പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അതിലെന്താണ് നമ്മുടെ റമദാൻ പ്ലാൻ എന്നത് നമ്മൾ എന്ത് ചെയ്യണം? വരക്കണം. അതിൽ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. എത്ര ഖത്തമാണ് ഓതുന്നത് എന്നത് നമുക്ക് എത്ര കഴിയുമെന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? അതിലൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ പ്ലാനിനനുസരിച്ച് ഓരോ ദിവസവും ഓഡിറ്റ് ചെയ്ത് പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ 3, 4, 5 ഖത്തം നമുക്ക് തീർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ അദ്കാറുകൾ, നമുക്ക് റമദാനിൽ നമുക്ക് അറിയാം ഓഫറുകളുടെ ഒരു കാലമാണ്. പരിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന നന്മകൾക്ക് അതിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു അതിനെ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു സമയമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഒന്ന് അദ്കാറുകൾ, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാത്തവർ, പഠിക്കാത്തവർ, അവരുടെ ടൈം ഷെഡ്യൂൾ കണ്ട പ്ലാനിങ് എന്താണ്? അത് പഠിക്കുക, രാവിലെയും വൈകുന്നേരവും അതെന്ത് ചെയ്യുക? കൃത്യമായി ചൊല്ലുക. അദ്കാറുൽ സ്വബാഹ് ഉണ്ട്, അദ്കാറുൽ മസാ ഉണ്ട്. രാവിലെ പ്രത്യേകം ചൊല്ലേണ്ടത്, വൈകുന്നേരം പ്രത്യേകം ചൊല്ലേണ്ടത്. അത് പഠിച്ച് അത് ഡയറിയിൽ എഴുതിയെടുത്ത് അതിൻ്റെ അർത്ഥമെടുത്ത് അത് ആ ഒരു ശീലങ്ങൾ തുടങ്ങാനുള്ള ഏറ്റവും നല്ല മാസമാണ്.
നന്മ ശീലിച്ചു തുടങ്ങാനുള്ള മാസം, അതേ സമയത്ത് തിന്മ നിർത്താൻ പറ്റിയ മാസമാണ്. ചില ആളുകൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ട്. അത് സൗദിയിലെ ലജ്ന പോലെയുള്ള പണ്ഡിത സഭ പറഞ്ഞത് ഹറാമാണെന്നാണ്. അതിന്റെ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്. അതേപോലെ നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, ധൂർത്ത് കാണിക്കരുത്. അതേപോലെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ഇങ്ങനെ ധാരാളം പോയിന്റുകൾ പറഞ്ഞപ്പോൾ ആ പോയിന്റുകളൊക്കെ വെച്ചിട്ടാണ് പണ്ഡിതന്മാർ ഇജ്മാഅോടുകൂടെ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഹറാമാണ് എന്നത്. അതൊക്കെ റമദാനിലും ആളുകൾ അത് വിടുന്നില്ല. നോമ്പ് തുറന്നാൽ നേരെ അതുകൊണ്ടാണ് വലിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നോമ്പ് തുറന്നിട്ടൊന്ന് വലിച്ചിട്ടാണ് പള്ളിക്ക് കയറുക. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, റമദാനോടുകൂടെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന ചില ദുശ്ശീലങ്ങളെ നമ്മൾ കുഴിച്ചു മൂടാൻ ഈ റമദാനിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുക. റമദാനിൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ റമദാനുകളിലുള്ള പലരും ഖബറുകളിലാണ്, ഹോസ്പിറ്റലുകളിലാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് അദ്കാറുകളാണ്. ജമാഅത്തുകൾ മിസ്സാവില്ല എന്ന് നമ്മൾ തീരുമാനിക്കാം. പലരും അത്തായം കഴിച്ച് സുബഹിസ്കരിച്ച് പിന്നെ വീട്ടിൽ കിടക്കുക ശരിയല്ല. അത് നിർബന്ധമായും പുരുഷന്മാർ പള്ളിയിലെത്തണം. അത് റമദാനിൽ പ്രത്യേകിച്ച്. മഗ്രിബ് വീട്ടിൽ നിന്ന് തുറക്കുന്നു, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു, ശരിയല്ല. നമ്മൾ 5 നേരവും പള്ളിയിലെത്തണം. നമുക്ക് സമീപ പ്രദേശത്തെ യാത്രകളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പള്ളികൾ, നമുക്ക് ഇഷ്ടം പോലെ പള്ളികളുണ്ട്. ആ പള്ളികളിൽ ജമാഅത്തുകളായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. തഹിയ്യത്തുൽ മസ്ജിദ്, റവാത്തിബ് സുന്നത്ത്, അതേപോലെ തന്നെ ളുഹാ നമസ്കാരങ്ങൾ, വുളൂഇന്റെ നമസ്കാരം, എത്ര നമസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കാൻ. ഇതൊക്കെ റമദാനിൽ നമ്മൾ ശീലമാക്കി കൊണ്ടുവരിക. റമദാൻ ബഡ്ജറ്റ് എന്നത് പ്രധാനമാണ്. ആവശ്യ സാധനങ്ങൾ നേരത്തെ വാങ്ങിവെച്ച് നമ്മൾ സ്വതക്കു വേണ്ടി ഒരു തുക റമദാനിന് മുമ്പ് തന്നെ നമ്മൾ പ്രത്യേകം മാറ്റിവെക്കുന്നു. നമ്മുടെ സക്കാത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിവെക്കുന്നത് പോലെ റമദാനിൽ ഒരു സാമ്പത്തിക ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, പള്ളി നിർമ്മാണങ്ങൾക്ക്, അതേപോലെ മതപരമായ സംവിധാനങ്ങൾക്ക്, നോമ്പ് തുറകൾക്ക്, രോഗികൾക്ക്, കിറ്റുകൾക്ക്, ഇങ്ങനെയുള്ള നന്മയായ കാര്യത്തിനൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ പണമില്ല. എന്നാൽ നമ്മൾ ആദ്യം അതിനൊരു ക്രമീകരണം, അതിൽ ഒരു മാറ്റിവെക്കൽ നമ്മൾ എന്ത് ചെയ്യാണ്, നടത്തുകയാണ്. അതേപോലെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം. വിജ്ഞാന സദസ്സുകൾ ഉണ്ട്, ആ സദസ്സുകളിൽ നമ്മൾ എത്തണം. അതേപോലെ ഷോപ്പിങ്ങുകൾ നേരത്തെ ആക്കുക. അവസാന 10കളിൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ നമ്മൾ അങ്ങാടികളിൽ ചെല്ലുകയാണ്. പോരിശയാക്കപ്പെട്ട ഒരു നന്മക്ക് വലിയ വർധനവ് ലഭിക്കുന്ന സമയം നമ്മുടെ അങ്ങാടികളിൽ അത് കളഞ്ഞു കുളിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പിന്നെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നോമ്പിന് മുമ്പ് എന്ത് ചെയ്യുക, പെരുന്നാളിന്റെ ഡ്രസ്സ് എടുത്ത് വെക്കുക. അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വെക്കുക. ഈ നിലക്ക് അവസാനത്തെ 10 പോലും നമുക്ക് റമദാനിന് മുമ്പിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് പരലോകത്തിന്റെ കാര്യമാണ്. നമ്മൾ ദുനിയാവിന്റെ പല കാര്യത്തിലും ഒരുങ്ങുകയും അതേപോലെ തന്നെ പ്ലാനിങ് ചെയ്യുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഈ നന്മകളുടെ വിഷയത്തിൽ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നില്ല? അതുകൊണ്ട് തന്നെ റമദാൻ ഒന്നാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അത്തരം ചെയ്തു തീർക്കേണ്ട, വലിയ നേരത്തെ ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നമ്മൾ റമദാനിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ വലിയ പണികളൊക്കെ ചെയ്തു വെച്ചിട്ട് റമദാൻ കുറച്ച് ഫ്രീ ആക്കി ഇടുക. ജോലിയെ ക്രമീകരിക്കാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, അത് റമദാന് മുമ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടോ റമദാൻ മാസത്തെ എന്ത് ചെയ്യുക, നന്മകൾക്ക് വേണ്ടി അതിനെ മാറ്റിവെക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് ശുപാർശ പറയും, ഖുർആൻ ശുപാർശ പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വർധനവ് ലഭിക്കുന്ന ഈ രാവുകളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ പ്രത്യേകമായി എന്ത് ചെയ്യണം, അതിലെ സന്നദ്ധരാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ കുട്ടികളെ, ചെറിയ മക്കളെ, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന മക്കൾ, അവരെല്ലാം പള്ളിയുമായി ബന്ധപ്പെടുത്താൻ, നമ്മുടെ നന്മകളുമായി കണക്ട് ചെയ്യാൻ. കാരണം ആരുടെയും ഈമാൻ വർദ്ധിക്കുന്ന ഒരു മാസമാണ് റമദാൻ. അതും റമദാനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അതിനുശേഷവും തുടരുമെന്ന തീരുമാനത്തിലാണ് നമ്മൾ റമദാനിനെ കാണേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില വളരെ സുപ്രധാനമായ നമ്മുടെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, നമ്മൾ റമദാനിന് മുമ്പ് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 1800 രൂപയാണ് ഒരു കിറ്റിന് വില വരുന്നത്. നമുക്ക് റമദാനിൽ നമുക്ക് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, മിസ്കീന്മാരായ ആളുകൾ. അവരുടെ വീടുകളിൽ റമദാനിന്റെ ദിനങ്ങൾ അങ്ങനെ പ്രയാസങ്ങളില്ലാതെ കഴിഞ്ഞു പോകാൻ വേണ്ടി അവർക്കൊരു സപ്പോർട്ട് എന്ന നിലക്ക് 1800 രൂപയുടെ കിറ്റ്
നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചു പോരുന്നുണ്ട്. താല്പര്യമുള്ളവർ പുറത്ത് അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ എത്ര കിറ്റാണ്, നമുക്ക് ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥക്ക് വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് എത്ര കിറ്റുകൾ ഓഫർ ചെയ്യാൻ പറ്റും എന്നത് അറിയിച്ചാൽ മതി. പിന്നീട് പണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് എത്ര ചെയ്യാൻ പറ്റും. കാരണം കുറഞ്ഞ റമദാൻ കടന്നിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. റമദാന് മുമ്പ് നമുക്ക് ഈ കിറ്റുകൾ വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ദിവസവും നോമ്പ് തുറ ഇവിടെ സംവിധാനിക്കുന്നുണ്ട്. ഒരു നോമ്പ് തുറക്ക് കണക്കാക്കിയിരിക്കുന്നത് 3500 രൂപയാണ്. 3500 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ ഒരു ദിവസത്തെ നോമ്പ് തുറപ്പിക്കൽ നമ്മുടെ പേരിലാകും. അവിടെ എത്ര ആള് നോമ്പ് തുറക്കുന്നോ നേരത്തെ പറഞ്ഞ കൂലി നമുക്കാണ്. 3500 രൂപയാണ് ഒരു നോമ്പല്ല, ഒരുപാട് നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? എത്ര നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് പറ്റും. 30 ഫുള്ളായ എന്ത് ചെയ്യൂല, അത് സ്വീകരിക്കുന്നതല്ല. കാരണം 30 നോമ്പേ ഉള്ളൂ, അല്ല 29 കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 31 സ്വീകരിക്കാൻ കഴിയില്ല, കാരണം അടുത്ത നോമ്പില്ലല്ലോ. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങുമ്പോൾ അത് യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്താൻ പറ്റണം. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വിജ്ഞാന സദസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ ശനിയും ഞായറും അസർ നമസ്കാരത്തിന് ശേഷം ഇവിടെ ക്ലാസ് നടക്കും. അന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു നോമ്പ് തുറ, അന്ന് ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് ഒക്കെ കൂടിയായി ഒരു നോമ്പ് തുറയോടുകൂടെയാണ് പിരിയുക. അന്നത്തെ ഒരു എമൗണ്ട് കണക്കാക്കിയിരിക്കുന്നത് 10,000 രൂപയാണ്. അതിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ശനി ഞായർ ദിവസങ്ങളിൽ തുറപ്പിക്കുന്ന ആ ക്ലാസ്സുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഇഫ്താർ ഉണ്ടാകും. അതിന് താല്പര്യമുള്ളവർ അങ്ങനെ എന്ത് ചെയ്യുക, ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ, ചില ഭാഗങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി ഇന്ന് അസറിന് ശേഷം താഴെ ചമ്പാട് മുസമ്മിൽ കെയുടെ വീട്ടിൽ വെച്ച് നൂറുൽ ഹഖ് ആമയൂരിൻ്റെ ഒരു അഹ്ലൻ റമദാൻ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബസമേതം നമ്മളതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ മദ്രസ, ഹോളിഡേ മദ്രസയുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. എന്നാൽ നമ്മൾ അഡ്മിഷൻ നേരത്തെ അഡ്മിഷനുകൾ എടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ശനി ഞായർ അതേപോലെ ഹോളിഡേ ദിവസങ്ങളിലാണ് നമ്മുടെ മദ്രസ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ മാനേജ്മെന്റിനെ അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് ഈ റമദാൻ അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് പോലും റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗികൾ, അതേപോലെ ഡയാലിസ് ചെയ്യുന്ന രോഗികൾ, ഇങ്ങനെ ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു ഇനി എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.